എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 39ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എടി നിന്നെ ഞാൻ ദത്തൻ അവളുടെ ചെവി തിരിച്ചു. സോറി ദത്ത, ഞാൻ നിന്നെയും കൂടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. വേണ്ട, ഞാനൊന്നുമില്ല. നിങ്ങളും നിങ്ങളുടെ ഒരു പാട്ട പൊളി ഗ്രൂപ്പും. പിന്നെ പാട്ടപ്പൊളിയൊന്നല്ല, നല്ല ഗ്രൂപ്പാണ്. പിന്നെ മനുവേട്ടനെ ഇപ്പോൾ ഫേമസ് ആയതെത്ത. അന്ന് ഞങ്ങൾ ഒരു റീൽസ് ചെയ്തല്ലോ, ആ ഐഡിയോട് കൂടെ ആളങ്ങ് പ്രമുഖനായി. മനുവേട്ടൻ്റെ ഇപ്പോഴത്തെ നെയിം എന്താണെന്നറിയോ? റോക്കിം മനു മാധവ്. ഇതൊക്കെ എന്നുണ്ടായാൽ മതി. ദത്തൻ താല്പര്യമില്ലാത്ത പറഞ്ഞ് അവളുടെ വയറിലേക്ക് മുഖം അടുപ്പിച്ച് കിടന്നു. എന്താ ദത്ത, നിനക്കൊരു സങ്കടം? അപ്പയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? ദത്തൻ്റെ മുഖഭാഗം കണ്ട് പറഞ്ഞു ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്, നീയും കിടന്നോ? അവൻ അവളുടെ മടിയിൽ നിന്ന് എണീറ്റ് ബെഡിലേക്ക് കിടന്നു. നീ വെറുതെ പറയാ, നിന്റെ മുഖം കണ്ടറിയാൻ എന്ത് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തായി കിടന്നു. വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ച് എൻ്റെ കൊച്ചു ഈ കുഞ്ഞെ തല പുകയ്ക്കണ്ട കേട്ടോടി. മാക്രി നിൻ്റെ മറ്റവള്. അത് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. ദത്തൻ അവളെ തൻ്റെ നേർക്ക് തന്നെ തിരിച്ചു കിടത്തി. അപ്പോഴേക്കും എൻ്റെ പൊന്ന് പിണങ്ങിയ വെറുതെ വിളിച്ചല്ലടി കാന്താരി. ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ഇക്കളയാക്കിയതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ദത്ത, പിന്നെ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എന്താണോ എൻ്റെ കുഞ്ഞിന് വേണ്ടേ? അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അതിനെനിക്ക് A4 ഷീറ്റ്, സ്കെയില്, പെൻസില്, പെന്ന് എല്ലാം വേണം ദത്ത. അതിനെന്താ, നമുക്ക് വാങ്ങിക്കാലോ. നീ നാളെ എൻ്റെ കൂടെ വരുന്നോ, അതോ ഞാൻ പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വരണോ? നീ വാങ്ങി വന്നാൽ മതി. എന്നാൽ എൻ്റെ പൊന്നു മോള് ഉറങ്ങിക്കോട്ടോ. വർണ്ണയുടെ പുറത്ത് ദത്തൻ പതിയെ തട്ടിക്കൊടുത്തു. വർണ്ണ ഉറങ്ങിയതും അവളെ ബെഡിലേക്ക് കടത്തി ദത്തൻ ജനലിനരികിലേക്ക് നടന്നു. തുറന്നിട്ട ജനലിലൂടെ തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയി. അവൻ്റെ മനസ്സ് നിറയെ പപ്പ പറഞ്ഞ വാക്കുകളായിരുന്നു. മനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ദത്തൻ ഉറങ്ങാൻ കിടന്നത്. രാവിലെ ഭക്ഷണം കഴിഞ്ഞു വർണ്ണ മുറ്റത്തേക്ക് ഇറങ്ങി. മാവിൻ ചുവട്ടിലെ കൽബെഞ്ചിൽ ഇന്നലെ ഒളിപ്പിച്ചു വെച്ച കല്ലുകൾ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു വണ്ടി വന്നു നിന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടതും വർണ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. രാഗേട്ടാ! അവൾ അയാളുടെ അരികിലേക്ക് ഓടി. ഇതാരിത്? ദേവൻ്റെ ദേവൂട്ടിയോ? എന്താ ഒറ്റയ്ക്ക് ഇവിടെ പരിപാടി? ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ ഇങ്ങനെ ബോറടിച്ചപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാ. ദേവൻ എവിടെ? അകത്തുണ്ട്. അവൻ ഏതു സമയം ഫോണിലാണ്. ഏട്ടൻ 2 ചീത്ത വെച്ച് കൊടുക്കട്ടാ. ഏതു സമയം ഇങ്ങനെ ഫോണിൽ നോക്കിയാൽ കണ്ണ് കേടാവില്ലേ? പിന്നെ ഞാൻ അവൻ്റെ 2 ചീത്ത കൊടുത്ത് തന്നെ കാര്യം. രാഘു അതേ രീതിയിൽ തന്നെ പറഞ്ഞു. എന്നാ ഏട്ടാ അകത്തേക്ക് ചെല്ല്, ചേച്ചി എപ്പോഴും പറയാം ഏട്ടനെ കുറിച്ച്. രാഘു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വർണ്ണയും ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ കണ്ട് ആ ചിരി നിർത്തി. ഗൗരവത്തിൽ തന്നെ നോക്കുന്ന ആളെ കണ്ട് തന്നെ പാർവതിയുടെ അച്ഛനാണ് വർണ്ണയ്ക്ക് മനസ്സിലായി. അയാൾ വർണ്ണയെ നോക്കി പേടിപ്പിച്ച അരികിലേക്ക് നടന്നു. ഇവിടെ അധികകാലം സുഖിച്ച് ജീവിക്കാമെന്ന് നീ കരുതണ്ട. എൻ്റെ മോളെ കരയിപ്പിച്ച നിന്നെ അധികകാലം ഞാനിവിടെ വാഴിക്കില്ല. വർണ്ണ ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നു. എന്താടി, നിനക്ക് നാവില്ലേ? ഉണ്ട്, എനിക്ക് പ്രായത്തേക്കാൾ വലിയ നാവാന്നാ ദത്തം പറയാറുള്ളേ. ആ നാവ് എന്നോട് കാണിക്കാൻ നിൽക്കണ്ട. അതിന് ഇയാളെന്തിനാ എന്നെ നോക്കി പേടിക്കണേ? ഞാനല്ലല്ലോ, താനല്ലേ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത്. ആരോടാ നീ ഇങ്ങനെ സംസാരിക്കുന്നതിന് വല്ല ബോധമുണ്ടോ നിനക്ക്? നിങ്ങൾ പാർവതിയുടെ അച്ഛനല്ലേ, എനിക്കറിയാം. ഡി, നീ അധികം കളിക്കണ്ട. എന്നെ നിനക്കറിയില്ല. എന്ത് അധികാരത്തിലാടി നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിലക്കണേ? എൻ്റെ ഭാര്യ എന്ന അധികാരം മതിയോ അമ്മാവാ? ശബ്ദം കേട്ട അയാൾ തിരിഞ്ഞു നോക്കിയത് മുണ്ട് മുടക്കി കുത്തി കൈയെട്ടി നിൽക്കുന്ന ദത്തൻ. ഇങ്ങനെ ചോദിച്ചു നിൽക്കാതെ ചോദിച്ചതിന് ഉത്തരം പറയമ്മാവാ. എൻ്റെ ഭാര്യ എന്ന അധികാരം മതിയോന്ന്? ദത്തൻ്റെ ചോദ്യം കേട്ട അയാളൊന്ന് പതറിയിരുന്നു. ദത്തനെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ച അയാൾ അകത്തേക്ക് കയറിപ്പോയി. നീ എന്തടി കുരുട്ടി ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ചെയ്യണേ? ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ഇത് നോക്കിയ ദത്ത? അവൾ തോട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ എൻ്റെ കുട്ടിയെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇതൊക്കെ എന്തിനാ വെറുതെ പിറക്കി കൊണ്ടുവന്നേ?
വെറുതെ ഒരു രസം. അത് പറഞ്ഞ് ദത്തൻ്റെ കൈയും പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ദത്തൻ ഭരണയുടെ അരികിൽ തന്നെയാണ് ഇരിക്കുന്നത്. രാഘു വന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ദർശന. നിമിമോളുടെ കാര്യമായി എന്തായി ചന്ദ്ര? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുത്തശ്ശി പാർവതിയുടെ അച്ഛനോടായി ചോദിച്ചു. ഞങ്ങൾ ആ പയ്യനെ കണ്ട് സംസാരിച്ചു അമ്മേ. നല്ല പയ്യനാ, അഭിജിത്ത് എന്ന പേര്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു പെങ്ങളും ഉണ്ട്. സാമ്പത്തികമായി നമ്മുടെ അത്രയ്ക്കൊന്നുമില്ല, പക്ഷെ നല്ല സ്വഭാവമാണ്. ഈ 2 ആഴ്ച അവർക്ക് ഓഫീസിൽ എന്താ തിരക്കുണ്ട് അത്രേ. അത് കഴിഞ്ഞ് നിമി ആ പയ്യനെയും വിളിച്ച് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിജിത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാലോക്കി, മുത്തശ്ശി പറഞ്ഞു. ഓഫീസിൽ നാളെ മുതൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. പപ്പ കുറച്ച് കഴിഞ്ഞതും പറഞ്ഞു. എല്ലാവരും എന്തു മാറ്റാമെന്ന രീതിയിൽ പപ്പയെ നോക്കി. നാളെ കഴിഞ്ഞാൽ ദേവൻ ഓഫീസിൽ MD ആയി ചാർജ് എടുക്കും. അവനെ സഹായിക്കാനും ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പാറുമോൾ ഉണ്ടാവും. അത് കേട്ട് ചന്ദ്രശേഖരൻ്റെ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞു. പാർവതിയുടെ മുഖത്താണെങ്കിൽ സന്തോഷം കൊണ്ട് വിടർന്നു. അത് കണ്ടിട്ടാണെങ്കിൽ വർണ്ണയ്ക്ക് അസൂയയും തോന്നി. ഇവിടെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? പപ്പ അവസാന വാക്കെന്ന പോലെ ചോദിച്ചു. ആരുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായില്ല. ഓഫീസിൽ ഞാൻ നാളെ കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാവർക്കും ഓക്കെ ആണെങ്കിലേ ഞാൻ ജോയിൻ ചെയ്യൂ. പറയൂ ദേവ, എന്താ നിന്റെ കണ്ടീഷൻസ്? ചെറിയച്ഛനാണ് ചോദിച്ചത്. ഞാൻ ഇന്നും ഓഫീസിൽ വരില്ല. ഇവിടെ ഈ വീട്ടിലിരുന്നേ വർക്ക് ചെയ്യുള്ളൂ. വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ വരാം. 2, ഓഫീസിൽ എൻ്റെ മേൽ അധികാരം കാണിക്കാനോ ഉപദേശങ്ങൾ തരാനോ ആരും വരരുത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. 3, പ്രൊഡക്ഷനും എക്സ്പോർട്ടിങ്ങും പണ്ടത്തെ പോലെ 2 സെക്ഷൻ ആക്കണം. അവ തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ഷൻ ഞാൻ നോക്കും, എക്സ്പോർട്ടിങ് അമ്മാവനും. അതെങ്ങനെയാ? ഇപ്പം 2 വർഷമായിട്ട് പ്രൊഡക്റ്റിങ്, മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിങ് ഒരുമിച്ചല്ലേ നടത്തണേ? അതത്ര പെട്ടെന്ന് 2 സെക്ഷനൊന്നും ആക്കാൻ പറ്റില്ല. ചന്ദ്രൻ ഇടയിൽ കയറി പറഞ്ഞു. എനിക്കതൊന്നും അറിയണ്ട. എൻ്റെ കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ ഞാൻ നാളെ കഴിഞ്ഞ് ഒരു ദിവസം ഓഫീസിൽ ജോയിൻ ചെയ്യും. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ദത്തൻ അത് ചന്ദ്രനെ നോക്കിയാണ് പറഞ്ഞത്. എതിർക്കണമെന്നുണ്ടെങ്കിലും അയാൾ അതിന് മുതിർന്നില്ല. അപ്പം ആർക്കും എതിർപ്പില്ല എന്ന് കരുതുന്നു. പാറുമോളെ, നീ വേണം ദേവനെല്ലാം പറഞ്ഞു കൊടുക്കാൻ. ദേവന് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതും അതിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടതും നിൻ്റെ ഉത്തരവാദിത്തമാണ്. മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? പാപ്പ പാർവതിയെ നോക്കി ചോദിച്ചു. അവളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും മനസ്സിലായില്ല. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മാമ, എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ദേവേൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അവൾ നല്ല സന്തോഷത്തിലാണ് അത് പറഞ്ഞത്. പിന്നീട് അവിടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയില്ല. ദത്തൻ വേഗം തന്നെ കഴിച്ചെണ്ണീറ്റു. വർണ്ണദർശനോട് ഓരോന്ന് സംസാരിച്ച് അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. രാഘു വന്നത് കാരണം വർണ്ണ നിർബന്ധിച്ച് അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. വർണ്ണ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാൻ ചെറിയമ്മയെ സഹായിച്ചു. പണികളെല്ലാം കഴിഞ്ഞ് വർണ്ണ അടുക്കളയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭദ്രയും ശീലും ഹാളിൽ ഇരുന്ന് TV കാണുന്നുണ്ട്. ദേവേട്ടന് ഓഫീസിൽ പോകാൻ തുടങ്ങിയ പാർച്ചേച്ചി ഏത് സമയം ഏട്ടൻ്റെ കൂടെയാവും അല്ലേടി ഭദ്രേ? അതേ ശീലു. പിന്നെ ഇന്ന് അവരൊരുമിച്ച് കാണുമ്പോൾ പഴയ സ്നേഹം വീണ്ടും ദേവണ്ണോട് പാർച്ചേച്ചിക്ക് തോന്നുക എന്തോ. ഇനി അങ്ങനെ തോന്നിയാ വർണ്ണയുടെ കാര്യം കഷ്ടാവൂലേ? പിന്നല്ലാതെ. ദേവണ്ണ പാർച്ചേച്ചിയെ തിരിച്ച് സ്നേഹിക്കുന്ന നിമിഷം വർണ്ണ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അവർ പറയുന്നത് കേട്ട് റൂമിലേക്ക് പോകാൻ നിന്ന വർണ്ണ അവരുടെ അരികിലേക്ക് വന്നു. ഇതെന്നെ മെൻ്റലി തളർത്താൻ വേണ്ടി നിങ്ങൾ വേണമെന്ന് വെച്ച് പറയുന്നതെന്ന് എനിക്കറിയാം. വർണ്ണ അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾ സത്യമായ കാര്യമല്ലേ പറഞ്ഞത്? എന്തായാലും നിന്നെ ഒന്ന് ഞങ്ങൾ ശരിക്ക് കാണട്ടെ. അധിക കാലമൊന്നും നീ ഈ വീട്ടിലുണ്ടാവില്ലല്ലോ. എൻ്റെ കുട്ടിച്ചത്തന്മാരെ. വർണ്ണ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഭദ്രയും ശീലവും ഇവളെന്താ ഈ കാണിക്കുന്നതെന്ന് ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഇവളുമാരെ രാത്രി വന്ന് പേടിപ്പിക്കണം എൻ്റെ കുട്ടിച്ചത്ത. അവൾ കണ്ണടച്ച് പറഞ്ഞ് ഭദ്രയും ശീലുവിൻ്റെയും തല വഴി 3 തവണ കൈകൊണ്ടൊഴിഞ്ഞു. എന്നെ ഈ പറഞ്ഞതിനുള്ള ശിക്ഷ എൻ്റെ കുട്ടിച്ചാത്തന്മാർ ഇന്ന് രാത്രി നിങ്ങൾക്ക് 2 പേർക്കും തരും.
അത് പറഞ്ഞ് വർണ്ണ മുകളിൽ കയറിപ്പോയി. ഇനി രാത്രി കുട്ടിച്ചാത്തൻ വരുമോ ശീലു? ഭദ്ര പേടിയോട് ചോദിച്ചു. ഏയ് ഇല്ല, ഇതൊക്കെ അവളുടെ നമ്പറല്ലേ. ഇന്നത്തെ കാലത്ത് കുട്ടിച്ചാത്തനുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ആകെയുള്ള മനസമാധാനം കൂടെ പോയി. ഭദ്ര തലയ്ക്ക് കടുത്ത് സോഫയിലേക്ക് ഇരുന്നു. വർണ്ണ മൂളിപ്പാട്ടും പാടി റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് പിന്നിൽ നിന്നും വാതിലടഞ്ഞു. തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ പിന്നിൽ നിന്നും തത്തൻ്റെ ഇരു കൈകളും അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കാം. അടുത്ത ഒരു പാർട്ടായിട്ട് 9 മണിക്ക് കാണാം കേട്ടോ.